സിനോജ, നമുക്ക് നമ്മുടെ SIT തലവരെ കൊണ്ട് തന്നെ ഇതൊന്ന് അന്വേഷിപ്പിക്കേണ്ടി വരും. SIT തലവൻ TV പ്രസാദ് നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിങ് TV പ്രസാദ്. ഇതിന്റെ അന്വേഷണത്തിനായി പ്രസാദിനെ ഇറക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഇതുവരെയുള്ള കണ്ടെത്തലുകളാണ് സിനോജ പങ്കുവച്ചത്. മറ്റ് സ്ഥാപനങ്ങൾ സമാന രീതിയിൽ ചോദ്യപേപ്പറുകൾ വരുന്ന അതേ ചോദ്യം തന്നെ തലേ ദിവസമോ അല്ലെങ്കിൽ പരീക്ഷയുടെ രാവിലത്തെ സമയമോ ഒക്കെ കൊടുക്കുന്നത് കണ്ടുവരുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലായി. ഇതിലൊരു കൃത്യമായ അന്വേഷണം നടക്കേണ്ടേ? നിലവിൽ എടുക്കുന്ന സമീപനം എന്താണ് അന്വേഷണത്തോട്? ഗുഡ് ഈവനിങ് സുജയ, ഇത് കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് നമ്മുടെ ബ്രേക്കാണ്. റിപ്പോർട്ടറാണ് ആദ്യമായി ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ചോർച്ച എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടർ സുനിഷ ഈ വാർത്ത ആദ്യം തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ആ ചോർച്ച എന്ന് പറയാനുള്ള കാരണം സുജയ, അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ചോർന്നു എന്ന് തെളിയിക്കാൻ, അതായത് മുൻകാലത്ത് ചോദിക്കാത്ത ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിക്കും എന്ന രീതിയിൽ വളരെ കൃത്യമായാണ് പ്രവചനം എന്നതാണ്. നേരത്തെ സിനോജ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു വെച്ച് അതിൽ ആവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു പ്രവചനം തയ്യാറാക്കി എന്നവർ പറയുമ്പോൾ അതേ രീതിയിൽ ക്വസ്റ്റ്യൻ നമ്പറുകൾ പോലും പലപ്പോഴും മാറ്റാത്ത രീതിയിൽ ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് തയ്യാറാക്കിയത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്ത് വന്ന ഉടൻ തന്നെ, അത് കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ അധ്യാപകർ കൃത്യമായി പറയുകയും ചെയ്തു. അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഈ പറയുന്ന യൂട്യൂബിലെ വിവരങ്ങളും കൂടി കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് അന്ന് ആ വാർത്ത ആധികാരികമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തും. ഇന്നിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ സുജയ, കാര്യങ്ങൾ ഏറെ ഗൗരവമാണ്. അതായത് ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി, അത് ഒരു യൂട്യൂബ് ചാനലിലൂടെ പ്രഖ്യാപിക്കണമെങ്കിൽ അവരുടെ ആത്മവിശ്വാസം എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഒരു സാധാരണ നിലയിലുള്ള താഴെത്തട്ടിലുള്ള സ്കൂളിലെ ഏതെങ്കിലും അധ്യാപകരോ അതല്ലെങ്കിൽ സ്കൂളിലെ പ്യൂണുമാരോ ഒന്നും ചോർത്തിയതായി എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സുജിയ. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ ഒരു ബന്ധം, ഒന്നുകിൽ ഈ വകുപ്പിൽ നിന്ന് റിട്ടയറായ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളെ ഇത്തരം പല സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പല തലങ്ങളിലും ഉയരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ് സുജിയ, ഇത് ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു വാർത്ത കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ആളുകൾ അറിഞ്ഞത് ഈ പരീക്ഷാ പേപ്പർ ചോർന്നിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പരീക്ഷയിലെല്ലാം ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നു പോയിട്ടുണ്ടോ എന്ന് ഇനി കണ്ടെത്തണം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിലേക്ക് സർക്കാരോ ക്രൈംബ്രാഞ്ചോ കടക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറ്റമറ്റ രീതിയിൽ എനിക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കും എന്നാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോടായി പറഞ്ഞത്. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ചരിത്രമെല്ലാം പറഞ്ഞു. ഏറ്റവും അവസാനം കേന്ദ്രീകൃത രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഏറ്റവും അവസാനം പറഞ്ഞത് സാങ്കേതിക വിദ്യയെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു പിഴവുമില്ലാതെ അതീവ രഹസ്യമായി എങ്ങനെ പരീക്ഷാ പേപ്പർ ഉണ്ടാക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള പഠനം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുട്ടികളെ ചതിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ വേറൊരു തരത്തിൽ യൂട്യൂബ് ചാനൽ ചെയ്തതാണെങ്കിൽ കുട്ടികളെ ആകെ മടിയന്മാരാക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയി പരീക്ഷ എന്ന രീതിയിലേക്ക് ചില വിദ്യാർത്ഥികളെങ്കിലും മാറുന്നു എന്നുള്ളത് ഏറ്റവും തിരുത്തപ്പെടേണ്ട പ്രവണത തന്നെയാണ്. എന്തായാലും സുജിയ, ഒരു കാര്യം ഉറപ്പാണ്, ഈ യൂട്യൂബ് ചാനലുകാർ ഈ പരീക്ഷാ പേപ്പർ മാത്രമല്ല കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചോർത്തിയിട്ടുണ്ടാകും. അതുകൂടാതെ മറ്റ് പരീക്ഷകൾ കൂടി, അതായത് അവസാനത്തെ പരീക്ഷകൾ കൂടി, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി ചോർത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ആ രീതിയിലെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷണം പോകുമോ എന്ന കാര്യം നമുക്ക് ഉറപ്പില്ല. കാരണം അത് സർക്കാരിൻ്റെ തന്നെ പ്രതിച്ഛായയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ഇനി ഇങ്ങനെ ചോദ്യപേപ്പർ ചോർത്തി അത് യൂട്യൂബിലൂടെ പറയുന്ന രീതി ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അപ്പോഴും ചോർന്നു പോകുമോ എന്ന സംശയം, അതീവ രഹസ്യമായി ചോർത്തിക്കൊണ്ടുപോകുമോ എന്ന സംശയം ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ് സുജയ. ഓക്കെ, TV പ്രസാദും സിനോജ് തോമസുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് ഈ വാർത്തയുടെ പിന്നാലെ തന്നെ കൂടാം. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം തട്ടി നിൽക്കുന്ന രീതിയിൽ മറ്റുള്ള വലിയ ഭാഗങ്ങൾ അവഗണിക്കുന്ന രീതിയിലാണോ എന്നതറിയാൻ നമ്മളും ഈ വാർത്തയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. നമ്മൾ